നിഷയുടെ റൂം അടഞ്ഞു തന്നെ കിടക്കുവാണ്. സ്റ്റെയർ കമ്പിയിൽ പിടിച്ച് കുറച്ച് സമയം നിന്നു. എന്തിനാടി ഇച്ചായൻ്റെ മുന്നിൽ ഈ ഒളിച്ചു കളി? ഒന്ന് വാ കൊച്ചേ, വേദനിക്കുവാ പെണ്ണെ. അവളുടെ സാമീപ്യമില്ലാത്ത മനസ്സ് താളം തെറ്റി അലഞ്ഞു തുടങ്ങി. ഹാളിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുവാണ് ഐസക്കും സക്രിയയും. എഡ്വിൻ ഫോണിൽ എന്തോ പരതുന്നു. സൂസനും നാൻസിയും ജാസ്മിനും അവർക്കൊപ്പം ഹാളിൽ തന്നെ ഉണ്ട്. ദേ വരുന്നുണ്ട്. ഇവിടെയൊന്നും അല്ലാന്ന് തോന്നുന്നു. ഗേൾ ഫ്രണ്ട് വന്നതല്ലേ, സ്വപ്നലോകത്തായിരിക്കും. സൂസൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ എൻ്റെ അനിയനോടാ പറഞ്ഞത്. അവൻ കേൾക്കണ്ട. ആൻറ്റി ആണെന്ന് നോക്കാതെ നിന്റെ കരണം ഒടിച്ച് പൊളിക്കാൻ മടിക്കില്ല. ആ സമയത്ത് ഈ പറയുന്ന അനിയൻ്റെ കൂട്ട് കാണില്ല. പപ്പ മിണ്ടാതെ നിൽക്കുമായിരിക്കും. പക്ഷേ എൻ്റെ മമ്മയെ തൊട്ടാൽ പിന്നെ ഞാൻ ആരാണെന്ന് അവനറിയും. ആ പെണ്ണ് എവിടെ ചേച്ചി? പുറത്തേക്ക് കണ്ടില്ലല്ലോ. ഒരു റൂമിലായിരുന്നു. ഛേ, നാണം കെട്ട ജന്മങ്ങൾ. വൈകുന്നേരം അവൻ്റെ കാറും എടുത്ത് പോയി. എഡിൻ്റെ കണ്ണ് ഫോണിലാണേലും ചെവി രണ്ടും കൂർത്തു. കാണാൻ എങ്ങനാ ചേച്ചി? എത്ര വയസ്സ് വരും? അത് ഒരു 25 വയസ്സ് കാണും. നമ്മുടെ നാൻസിയുടെ പ്രായം. പക്ഷേ തെറ്റു പറയരുതല്ലോ സുന്ദരി. സൂസൻ ചുറ്റിനും ഒന്ന് കറങ്ങി നോക്കി. പക്ഷേ നിഷാനിയുടെ അത്ര പോരാ. പേര് അരുണ. ആ പെണ്ണിൻ്റെ മുടി ഒരുതരം ഗോൾഡ് കളറ്. ഹോ, കൊതിയാവും. എഡിൻ്റെ കണ്ണിൽ വല്ലാത്ത തിളക്കം. അരുണ, നല്ല സ്ഥലത്താ നീ വന്ന് പെട്ടത്. ഡെന്നിയുടെ സ്വന്തമാണല്ലേ? അവൻ്റെ ചുണ്ടിൽ ഗൂഢത നിറഞ്ഞു. ഹാളിലിരിക്കുന്ന ആരെയും ശ്രദ്ധിക്കാതെ ഡെന്നി സിറ്റൗട്ടിലേക്ക് നടന്നു. അവളെ കാണാതെ ഇരുപുറയ്ക്കുന്നില്ല. ഡെന്നീസ്, അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. എല്ലാവരും ഉണ്ട്. എന്താണ്, ഞങ്ങളെ ഒന്നും കണ്ണിൽ പിടിച്ചില്ലേ? അവൻ അവർക്ക് മുന്നിലായി നെഞ്ചത്ത് ഇരു കൈയും പിണച്ചു കെട്ടി നിന്നു. പച്ചില തിന്നുന്ന പുഴുക്കളെ ഞാൻ ശ്രദ്ധിക്കാറേയില്ല. സൂസന്റെ ശരീരം അപമാനഭാരത്തിൽ വിറച്ചു. വേണ്ട ചേച്ചി, എന്തിനും സമാധാനം വേണം. അല്ല മോനെ, നിന്റെ ഫ്രണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ആളെവിടെ? കണ്ടില്ലല്ലോ. എല്ലാ മുഖങ്ങളിലും ആകാംക്ഷ. കൊച്ചനെ, ആ മോള് ഇതേവരെ വന്നില്ലേ? സമയം 9:30 കഴിഞ്ഞല്ലോ. ഒറ്റയ്ക്കല്ലേ പോയത്? അറിയാത്ത സ്ഥലം. ഇനി എന്തായോ? ത്രേസ്യാമ്മയ്ക്ക് വേവലാതി. എൻ്റെ വല്യമ്മച്ചി, ആള് ഡോക്ടറല്ലേ? ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലി റെഡിയായിട്ടുണ്ട്. ഞാൻ വിളിച്ചതാ. ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി. ഇപ്പം ഇങ്ങെത്തും. ഹായ്, എല്ലാവരും ഉണ്ടല്ലോ. പാലമറ്റം ഇത്രയ്ക്കും വലിയ ഫാമിലി ആണല്ലേ വല്യമ്മച്ചി? എഡ്വിൻ മിഴിഞ്ഞ കണ്ണോട് ഇരിക്കുവാണ്. അരുണ എല്ലാവരെയും പരിചയപ്പെടുന്നതിന് മുന്നേ എഡ്വിന് നേരെ വലത് കൈ നീട്ടിപ്പിടിച്ചു. ഹലോ. അവനിൽ വല്ലാത്ത പരവേശം. ആ നീണ്ടു ചുവന്ന കയ്യിൽ തൻ്റെ കയ്യെ ചേർത്ത് വെച്ചു. അവളുടെ കൈയുടെ മുറുക്കം കൂടി. എഡ്വിൻ്റെ ശരീരം വിറച്ചു. രാവിലെ മീറ്റ് ചെയ്യുമ്പോൾ ഇത് എഡ്വിനാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. സോറി. അവനിൽ ചമ്മലാണ് എന്ന് മനസ്സിലായതും അരുണയിൽ പരിഹാസച്ചിരി വിരിഞ്ഞു. അരുണ, രാവിലെ നിങ്ങൾ? എൻ്റെ ഡെന്നി, നിന്റെ അനിയൻ ഫോമിലാകാൻ നേരവും കാലവും ഒന്നുമില്ല അല്ലേ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഇവൻ്റെ ബുള്ളറ്റ് എൻ്റെ വണ്ടിയിലൊന്ന് മുട്ടി. നല്ല കോലമായിരുന്നു. വളർത്തു ഗുണം, അല്ലാണ്ട് എന്തു പറയാൻ. ഐസക്കിനെയും സക്രിയെയും ഡെന്നി തന്നെ പരിചയപ്പെടുത്തി. അരുണയുടെ കണ്ണുകൾ സംശയത്തോടെ അതിൽ ഒരാളിൽ തന്നെ ആയിരുന്നു. അരുണ, പെട്ടെന്ന് ഫ്രഷായിട്ട് വാ, ഫുഡ് കഴിക്കാം. ഏയ്, എനിക്ക് വിശപ്പില്ലടാ, ഞാൻ കഴിച്ചതാ. നല്ല ക്ഷീണം, ഒന്ന് കിടക്കണം. അത് പറ്റില്ല കൊച്ചേ, രാത്രി പട്ടിണി കിടക്കാൻ പാടില്ല. എന്തേലും ഒത്തിരി കഴിക്കണം. എന്നാ ശരി, നിയമം തെറ്റിക്കണ്ട വല്യമ്മച്ചി. ഞാൻ ദേ വരുന്നു. നീ പോയി കഴിച്ചോടാ, വിശപ്പിൻ്റെ അസുഖം കാണും. അവൾ ഡെന്നിയുടെ വയറ്റിൽ ഒന്ന് കുത്തി. നിഷയുടെ നെഞ്ചം വിങ്ങിപ്പൊട്ടി. അവരെ മതി. ഞാൻ വെറും സമയം പോക്കായിരുന്നു അല്ലേ? ഡെന്നി, ആ പെണ്ണ് ഡോക്ടറാണ് എന്നല്ലേ പറഞ്ഞത്? ഹോസ്പിറ്റലിൽ ജീൻസും ഷർട്ടും ഒക്കെ ഉപയോഗിക്കാമോ? എൻ്റെ സൂസൻ ആൻറ്റി, അവള് മലയാളിയല്ല. ഈ നാട്ടിൽ ഇതാദ്യമാണ്. സാരി ചുറ്റാൻ പോലും അറിയില്ല. പിന്നെ മാന്യമായി ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടല്ലോ. ആരെയോ കുത്തിയുള്ള അവൻ്റെ സംസാരം. അത് നമ്മളെ ആക്കിയതല്ലേടി? ജാസ്മിൻ നാൻസിയെ തോണ്ടി. എന്താ സംശയം മക്കളെ? നിങ്ങൾക്ക് തോന്നിയത് 100% ശരിയാ. ഈ തള്ളയ്ക്ക് ഇത്തിരി കൂടുന്നുണ്ട്. ഒരു ദിവസം ഇവരെ ഞാൻ വീഴ്ത്തിക്കും. പ്ലേറ്റിൽ ഫുഡ് വിളമ്പുമ്പോൾ ഡെന്നി അമ്മയുടെ കയ്യിൽ പിടിച്ചു.
അവൻ്റെ കണ്ണുകൾ മൗനമായി എന്തോ പറയുന്നുണ്ട്. മോള് നേരത്തെ കഴിച്ചു കിടന്നു, നാളെ കോളേജുണ്ട്. അവൻ കഴിപ്പ് നിർത്തി എഴുന്നേറ്റു. എന്താടാ കൊച്ചനെ, മതിയാക്കിയോ? മതി വല്യമ്മച്ചി. ഇത്രയ്ക്കും വേദനിപ്പിക്കാൻ വേണ്ടി എന്താടി ഉണ്ടായത്? ഒന്ന് പറയരുതോ? രാവിലെ കോഫിയുമായി മുന്നിൽ വന്ന് നിന്നപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. ഇപ്പോൾ കൊല്ലാതെ കൊല്ലുവാ നീ എന്നെ. വല്യമ്മച്ചി ഡെന്നിയെ തന്നെ ശ്രദ്ധിച്ചു. നിനക്ക് മാത്രമേ കുശുമ്പാകാവൂ എന്നുണ്ടോ? അവൾക്കും ആകാം. കുറച്ച് വേദനയ്ക്ക്. ഈ വിരഹത്തിനും ഒരു സുഖമാടാ മോനെ. ഡെന്നി, നീ കിടക്കുന്നില്ലേ? നീ പോയി കിടന്നോരണ. എന്താടാ ആ കൊച്ച് എന്തിനാ പിണങ്ങിയത്? നീ വഴക്കെന്തേലും പറഞ്ഞോ? ഇല്ല, ഞാനൊന്ന് സംസാരിക്കട്ടെ. അരുണ അവൻ്റെ തോളിൽ തട്ടി. വേണ്ട മോളെ. അതെന്താ മമ്മി? രാവിലെ എഴുന്നേറ്റപ്പോഴേ ആൾക്കെന്തോ വിഷമമുണ്ടായിരുന്നു. പതിയെ മാറും. മോള് പോയി കിടക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ്. അമ്മ, ഞാൻ ആനിക്ക് എന്താ പ്രശ്നം? അവൾ എന്തേലും പറഞ്ഞോ? മോളുടെ പ്രശ്നം നീയാ. ഹരിയെ നിഷയ്ക്കൊപ്പം കണ്ടപ്പോൾ നിനക്ക് തോന്നിയ ഫീൽ അതിൻ്റെ ഇരട്ടിയാണ് മോൾക്ക്. നാട്ടിന് പുറത്ത് വളർന്ന കുട്ടിയല്ലേ. അരുണ നിന്നോട് ചിരിക്കുന്നതും അടുത്തിരിക്കുന്നതും കണ്ടു നിൽക്കാൻ അതിന് കഴിയുന്നില്ല. അമ്മ, അതിനു വേണ്ടി ഒന്നും. മോൾ ഉച്ചയ്ക്ക് മേലേക്ക് വന്നിരുന്നു. ആ സമയത്ത് നിന്റെ റൂമിൽ അരുണ ഉണ്ടായിരുന്നു. ഒത്തുകൂടിയാൽ ഉറക്കെ ചിരിയും സംസാരവും ആണല്ലോ. ഡെന്നി പരവേശത്തോടെ നെറ്റിയിൽ വിരലമർത്തി. ഒന്ന് അടുത്ത് വന്നതാ അല്ലേ മോനെ? തോണി കരയ്ക്ക് അടുത്തതും എല്ലാം പിടിവിട്ടു പോയി. ദേ അമ്മ, കളിയാക്കാതെ. എത്ര ദിവസത്തെ കഷ്ടപ്പാടാണ് എന്നറിയോ? അതെങ്ങനെ എനിക്ക് വേണ്ടി ഒരു സപ്പോർട്ട്? അതില്ല. ഓ, നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് വേണം വീട്ടിൽ കെട്ടി കയറി വന്നതിന് ശേഷം നിന്റെ ഭ്രാന്ത് കണ്ട് ആ കൊച്ച് എൻ്റെ തലയ്ക്ക് മേലെ കയറാൻ. എനിക്ക് വയ്യട ചെക്ക. എല്ലാവരും ഉറങ്ങാൻ പോയില്ലേ? അമ്മയും പോയിക്കോ. ഹേയ്, നീ എന്ത് ചെയ്യാൻ പോവാ? നിഷയുടെ റൂമിന് നേർക്ക് നടന്നതും അവൻ്റെ കയ്യിൽ അമ്മയുടെ പിടി വീണു. ഇതാണ് പ്രശ്നമെങ്കിൽ ഇപ്പോൾ സോൾവ് ചെയ്യണം. എനിക്ക് എൻ്റെ ആനിയെ കാണണം, സംസാരിക്കണം. കൊച്ചു ഉറങ്ങി കാണും ഡെന്നി. 10 മണിയായി. ഇനി വേണ്ട. നാളെ രാവിലെ മോളെ കണ്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അമ്മ, എനിക്ക് ഒന്നുമില്ല. നീ പോയി കിടക്ക്. ഒരു നിമിഷം കണ്ണുകളടച്ച് ശ്വാസം ആഞ്ഞു വലിച്ചു. നാളെ നിന്നെ ഞാൻ കാണുന്നുണ്ട്. ഈ വേദനയ്ക്ക് പലിശ സഹിതം തിരിച്ചു തരും. കുഞ്ഞല്ലേ, താങ്ങുകയില്ല എന്ന് കരുതി വെറുതെ വിട്ടതാ. പക്ഷേ ഇനിയില്ല. ഇപ്പം എൻ്റെ മോൻ ചെല്ല്. നാളെ രാവിലെ മുതലും പലിശയും ചേർത്ത് കൊടുക്കാം. നിഷ ഫ്രഷായി ഇറങ്ങി. മുഖം തുടച്ച് ടവൽ സ്റ്റാൻഡിലേക്ക് ഇട്ടു. ബെഡിലായിരുന്ന് കാലിലെ മുറിവിൻ്റെ കെട്ട് മാറ്റി. ഇനി രാവിലെ ബാൻഡേജ് ഒട്ടിക്കാം. ഇത്തിരി കാറ്റ് കൊള്ളട്ടെ. അവൾ ഹെഡ് ബോർഡിൽ തല ചാരി വെച്ചു. ഇന്നത്തെ ദിവസം രാവിലെ എന്നെ കണ്ടതാ. ഇതേവരെ അന്വേഷിച്ചിങ്ങോട്ട് വരാനുള്ള മനസ്സ് തോന്നിയില്ലല്ലോ. ഇത്രയ്ക്ക് സ്നേഹമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാ കരയുന്നേ? ഞാൻ കരയില്ല. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. അവരെ കിട്ടിയപ്പോൾ ആനിയെ മറന്നു. ഓ, ഉമ്മ വയ്ക്കാൻ ആളുണ്ടല്ലോ. തടിയൻ. ദേഷ്യത്തോടെ പിറുപിറുക്കുമ്പോൾ കണ്ണുകൾ പുറം കയ്യാൽ തുടച്ചു. കട്ടിലിൽ ചരിഞ്ഞു കിടന്നു. സിറ്റ് ഔട്ടിലിരുന്ന് പത്രം വായിക്കുമ്പോൾ മുറ്റത്തൊരു ബൈക്ക് നിന്നു. ഹാ, ഇതെന്താ കൊച്ചനെ രാവിലെ? പതിവില്ലാത്ത വരവാണല്ലോ. എന്നാ പറ്റി? ഹരി ബൈക്കിൽ നിന്ന് ഇറങ്ങി. മുഖത്ത് നിറഞ്ഞ ചിരിയാണ്. കയറി വാടാ മക്കളെ. ഏയ് വേണ്ട വല്യമ്മച്ചി, ഞാൻ ഇവിടെ നിന്നോളാം. അങ്ങോട്ട് കയറരുത് എന്നാ ഓർഡർ. എൻ്റെ മകളായതുകൊണ്ട് പുകഴ്ത്തുന്നതല്ല. വട്ട് തലയ്ക്ക് കയറിയ ഇനമാണ്. ഹരിയേട്ടാ, പോവാം. കയ്യിൽ ബാഗും പിടിച്ച് നിഷ നിൽക്കുന്നു. നഴ്സിംഗ് കോളേജിലെ യൂണിഫോമാണ് വേഷം. നീ ഈ രാവിലെ എന്താ കൊച്ചേ? നേരം പുലരും മുന്നേ കോളേജിൽ സാറന്മാർ വരുവോ? എൻ്റെ വല്യമ്മച്ചി രാവിലെ അമ്മയെ വിളിച്ചിരുന്നു. ഒന്ന് കോളേജിലാക്കി തരുമോ? റെഡിയായി നിൽക്കുവാന്ന് പറഞ്ഞു അത്രേ. കേട്ട നേരം മുതൽ ദേവികുട്ടി ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. എന്തിനാ രാവിലെ? ഒന്നുമില്ല, ചുമ്മാ ദേവിയമ്മയെ കാണാൻ തോന്നി, അതാ. ഞാൻ പോവാണേ. ഒന്നും കഴിച്ചില്ലല്ലോ കൊച്ചേ? സാരമില്ല വല്യമ്മച്ചി, ഇന്ന് ദേവിയമ്മയുടെ സ്പെഷ്യൽ കഴിക്കാം. അവരുടെ കവിളിൽ ഒന്ന് മൊത്തി. തിരിഞ്ഞു നോക്കാതെ ഹരിക്കൊപ്പം ബൈക്കിൽ കയറി. എൻ്റെ കർത്താവേ, ഈ കൊച്ച് ചെക്കൻ്റെ പിരി ഇളക്കുവാണ്. ഹരിക്കൊപ്പം പോയി എന്നറിഞ്ഞാൽ തീർന്നു. ഇനി എന്തൊക്കെ പുകിൽ കാണണമോ എന്തോ. ഈ വീട് ചുട്ടരിക്കാതിരുന്നാൽ മതിയായിരുന്നു. അമ്മച്ചി, കഴിക്കാൻ വായോ? സെറ്റിയിൽ ഒറ്റയ്ക്കിരുന്ന് പിറുപിറുക്കുന്ന വല്യമ്മച്ചി.
മേരിക്കുട്ടി ചിരി കടിച്ചമർത്തി. ചേട്ടത്തി, ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് നിരത്തി വയ്ക്കുന്ന നീരജയെ കൈകാട്ടി വിളിച്ചു. എന്താ മേരി? അമ്മച്ചി, എന്താ പിള്ളേരെ പേടിച്ചു പോയല്ലോ? അല്ല അമ്മച്ചി, ചെക്കൻ്റെ കൂടെ കൂടി പകർന്നോ? ഇന്നൊരു പുകിൽ നടക്കും കൊച്ചേ. സ്റ്റെപ്പുകൾ ഓടിയിറങ്ങുന്ന ശബ്ദം. എൻ്റെ കൊച്ചനെ ഒന്ന് പതിയെ ഇറങ്ങ്. ഇന്നെന്ത് പറ്റി ഡെന്നി? നേരത്തെ ആണല്ലോ, മേരിക്കുട്ടി ചോദിച്ചു. ഒന്നും പറയണ്ട, ഡെന്നിക്ക് പനി. പിന്നാലെ വന്ന അരുണ പറഞ്ഞു. പനിയോ? മേരിക്കുട്ടി അവൻ്റെ നെറ്റിയിൽ കൈവച്ചു. എൻ്റെ ആൻറ്റി, ഇത് ആ പനിയല്ല. ഞാൻ ദേ വരുന്നു. എവിടെ പോവുക കൊച്ചനെ? നിഷാനി ഇന്ന് മുതൽ കോളേജിൽ പോവുമല്ലേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ വല്യമ്മച്ചി. എനിക്ക് സിറ്റി വരെ പോവുകയും വേണം. അവൻ ഡോർ ഹാൻഡിൽ പിടിച്ചു. വല്യമ്മച്ചി വായും തുറന്നിരിക്കുവാണ്. എൻ്റെ കർത്താവേ, ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. ലോക്കാണല്ലോ. നിഷാനി എഴുന്നേറ്റില്ലേ അമ്മ? മോള് നേരത്തെ എഴുന്നേറ്റതാ മോനെ. കിച്ചണിൽ വന്നപ്പോൾ ഞാനാ ചായ കൊടുത്തത്. കൊച്ചിവിടെ ഇല്ല. എവിടെ പോയി? ഡെന്നിയുടെ മുഖം മുറുകി. പള്ളിയിൽ പോയി കാണും മോനെ. ഇല്ല മേരിക്കുട്ടി, ഹരി രാവിലെ വന്നിരുന്നു. അവനൊപ്പം പോയി. എന്താ? ഹരി എന്തിനാ? ഡെന്നി കൈകൾ കൂട്ടിത്തിരുമി. ഹരിമോൻ കൃഷി ഓഫീസിൽ പോകുന്ന വഴിക്ക് കോളേജിന് മുന്നിൽ ആക്കി കൊടുക്കും. വൈകുന്നേരം കൂട്ടിയിട്ട് വരും. അച്ചായന് തിരക്കുള്ളപ്പോൾ അവനെ വിളിച്ചു പറയും. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ചെക്കനാ. ഇവിടെ ഒരൊളിയും മറയും ഒന്നുമില്ല ചേട്ടത്തി. ചെക്കൻ പെണ്ണിനെ ബൈക്കിൻ്റെ പിന്നിലിരുത്തി കോളേജിൽ പോകാതെ ഹോട്ടലിലും ബീച്ചിലും കറങ്ങി നടന്ന് വൈകുന്നേരം ഇങ്ങ് കൊണ്ടാക്കും. ദേ സൂസൻ, എൻ്റെ കുഞ്ഞിനെ പറ്റി വേണ്ടാതിനം പറഞ്ഞാലുണ്ടല്ലോ. ഡെന്നി, നീ ഇത് എവിടെ പോവാ? വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നീരജ പറയുന്നതൊന്നും അവൻ്റെ ചെവിയിൽ പതിക്കുന്നത് കൂടിയില്ല. കാറിൻ്റെ കീയും എടുത്ത് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. ഡെന്നി, നിൽക്കടാ, പറയട്ടെ. അരുണ അവന് പിന്നാലെ ഓടി. ഡാ നിൽക്ക്. വേണ്ട അരുണ, കൈവിട്. എനിക്ക് ആനിയെ കണ്ടേ പറ്റൂ. അവള് ഹരിയുടെ വീട്ടിൽ കാണും. ഡെന്നി പല്ല് ഞെരിച്ച് പൊട്ടിച്ചു. എടുത്ത് ചാടാതെ. നിന്നെ കണ്ടാൽ ആ കുട്ടി ഒപ്പം വരുമോ? അവൻ കാറിൻ്റെ ഡോറിൽ ചാരി നിന്നു. വരില്ല അല്ലേ? നീ ഒന്ന് സമാധാനിക്ക്. ഈ ഹരി ആരാ? ആ കുട്ടിക്ക് അവനെ ഇഷ്ടമാണോ? ഹരികൃഷ്ണൻ കൃഷി ഓഫീസറാ. അവൾക്ക് അവൻ സഹോദരനെ പോലെയാ. പക്ഷേ ഹരിക്ക് കൈമുഷ്ടി ചുരുട്ടി കാറിൻ്റെ ബോണറ്റിൽ ആഞ്ഞിടിച്ചു. ഇന്ന് കോളേജ് കഴിഞ്ഞ് അവൻ ഇവിടെ വരുന്ന സമയത്ത് ആ പൂവാലനെ എനിക്കൊന്ന് കാണിച്ചതാ. ബാക്കി ഞാൻ നോക്കിക്കോളാം. ആനിക്കൊച്ച് ദേഷ്യം തീർക്കുന്നതാ, വാശി കാട്ടുവാ. പക്ഷേ ഈ ഡെന്നീസ് ആരാണെന്ന് നിഷാനിക്ക് അറിയില്ല. കാറിൻ്റെ കീ കൈവെള്ളയിൽ കുത്തിയിറക്കി ഭ്രാന്തനെ പോലെ അവൻ പുലമ്പുന്നുണ്ട്. ഇപ്പോൾ നീ വാ ഡെന്നി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സൂസനും ജാസ്മിനും നാൻസിക്കും സംശയം ഉണ്ടാവും. അതിന് ഇടവരുത്തരുത്. ഈ ബന്ധം അവർ അറിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകില്ല. നിന്റെ തിരിച്ചുപോക്ക് വൈകും. അരുണ അവൻ്റെ കയ്യിലിരുന്ന കീ ബലമായി പിടിച്ചു വാങ്ങി. വേദന പോലും അറിയാൻ കഴിയുന്നില്ലേ ഡെന്നി? കൈവെള്ള ചുവന്ന് നീലിച്ച് കിടക്കുന്നുണ്ട്. ആനി, അവൾ തന്ന വേദനയോളം ഒന്നുമില്ല. നിനക്ക് നിഷാനിയെ അത്രയ്ക്കിഷ്ടാണോ? ഭ്രാന്തമായ പ്രണയം. എൻ്റെ ഇഷ്ടം ഇന്നവൾ അറിയും. ഈവനിങ് കയ്യിൽ കിട്ടിക്കോട്ടെ. കാറ്റുപോലെ അകത്തേക്ക് പോകുന്നവനെ കാണുമ്പോൾ ഹൃദയം പേടിയോടെ മിടിച്ചു. ഈ ഹരിക്ക് അവളെ ഇഷ്ടമാണേൽ എന്താ ചെയ്യുക? അവൻ ഇഷ്ടമായതൊന്നും മറ്റൊരാൾക്ക് വിട്ടു കൊടുക്കില്ല. ഹരിയെ അങ്ങനെയൊന്നും ഉണ്ടാകാതെ കാത്തോളണേ ദൈവമേ.